നമസ്കാരം. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ബീട്രൂട്ട് സ്ക്വാഷാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായി ഞാനിവിടെ 1/2 കിലോ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ബീട്രൂട്ട് തൊലി കളഞ്ഞത് 1/2 കിലോ, ചെറുനാരങ്ങ 5 എണ്ണം, ഇഞ്ചി തൊലി കളഞ്ഞത് 50 ഗ്രാം, വെള്ളം 2 ഗ്ലാസ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇഞ്ചി ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ ജ്യൂസൊക്കെ നന്നായി കിട്ടണമെങ്കിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇന്ന വലിപ്പത്തിനൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിന് കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കും. ഇഞ്ചി കട്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്കിത് ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് ചെറുനാരങ്ങ കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. ഞാൻ ഇത്രയും വലിപ്പത്തിലുള്ള ചെറുനാരങ്ങ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് കറക്റ്റ് അളവിൽ ജ്യൂസ് കിട്ടുള്ളൂ. നിങ്ങൾ വാങ്ങിക്കുന്നത് ഇതുപോലെ പച്ച ചെറുനാരങ്ങ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 8 എണ്ണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം. ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബീട്രൂട്ട് കട്ട് ചെയ്യാനായിട്ട് എടുക്കാം. ബീട്രൂട്ട് വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ ബീട്രൂട്ട് വാങ്ങണം, അതുപോലെ തന്നെ ഫ്രഷ് ആയത് വാങ്ങണം. എങ്കിലേ നമുക്ക് ജ്യൂസിനായാലും സ്ക്വാഷിനായാലും വിചാരിച്ച പോലെയുള്ള നീര് കിട്ടുള്ളൂ. ബീട്രൂട്ട് വലുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് സ്ലൈസ് ചെയ്യാണ് ചെയ്യണത്. എങ്കിലാണ് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറൊരു മാർഗം കൂടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ സാധാരണ കറിക്കൊക്കെ ബീട്രൂട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഇത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചതക്കിൽ നന്നായിട്ട് വെണ്ണ പോലെയല്ല അരയണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് ചെറിയ ജാറിലാകുമ്പോൾ 1-2 വട്ടം ചെയ്യണതുകൊണ്ട് ഞാൻ സ്ലൈസ് ചെയ്തിട്ട് വലിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് ബീട്രൂട്ടിൽ നമുക്ക് 3/4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ പഞ്ചസാരയിൽ 3/4 ഗ്ലാസ് വെള്ളം, പിന്നെ ഇഞ്ചിയിൽ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം. ഇങ്ങനെയാണ് 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത്. അതായത് ബീട്രൂട്ടിൽ 3/4 ഗ്ലാസ്, ഇഞ്ചിയിൽ 1/2 ഗ്ലാസ്, പഞ്ചസാരയിൽ 3/4 ഗ്ലാസ്. ഇപ്പോൾ ബീട്രൂട്ട് നമ്മൾ അരയ്ക്കണ സമയത്ത് ഈ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതല്ല, വെള്ളം നമ്മൾ അപ്പോൾ ഒഴിച്ചിട്ടില്ലെങ്കിൽ പിഴിയണ സമയത്ത് ഒഴിക്കേണ്ടതാണ്. എങ്കിലും ഒരു 3/4 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ്സൊക്കെ മാക്സിമം ആവാം, അതിലും കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. ഇനി നമുക്ക് ഇത് ഒരു ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനായി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 കിലോ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ചായ ഗ്ലാസ്സാണ് ഞാനിന്ന് അളവിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് സാധാരണ എല്ലായിടത്തും കാണുന്നതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം പഞ്ചസാരയ്ക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി അരച്ചെടുക്കാം. ഇഞ്ചിയിലേക്ക് ആകെ നമുക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അതിൽ ഞാൻ 1/4 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ട് അരയ്ക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ഗ്ലാസ് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഈ 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യും. ഇനി നമുക്ക് ബീട്രൂട്ട് പിഴിഞ്ഞെടുക്കാം. അതിനായി നമുക്ക് വേണ്ടത് നല്ല കണ്ണിയ അടുപ്പുള്ളത്, അതായത് തീരെ തരിയൊന്നും ജ്യൂസിലേക്ക് പോവാത്ത തരത്തിലുള്ള അരിപ്പ് എടുക്കണം. അതിൽ നമ്മൾ നന്നായിട്ട് എൻ്റെ ഒരു പ്രാവശ്യം അരിക്കൽ കഴിഞ്ഞു. ഞാനിത് അരയ്ക്കണ സമയത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ 3/4 ഗ്ലാസ് വെള്ളം അരിച്ചെടുത്ത വേസ്റ്റിലേക്ക് ഒഴിച്ച് രണ്ടാമത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണെന്നെങ്കിലും പിഴിഞ്ഞെടുക്കണം. പക്ഷേ 3/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് ഇഞ്ചി ജ്യൂസ് അരിച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് പറഞ്ഞ കണക്കിനുള്ള ജ്യൂസ് കിട്ടുക. അങ്ങനെ എല്ലാ ജ്യൂസുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട്
തിളപ്പിക്കും. നമുക്ക് ആദ്യം പഞ്ചസാര ലായനി തയ്യാറാക്കാം. അതിനായി നമുക്ക് പാൻ വെച്ച് കത്തിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പഞ്ചസാര ഊറും, അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പഞ്ചസാര തിളച്ചിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇത് തിളച്ചിട്ട് പതഞ്ഞ് പൊന്തി വരും. അന്നേരം നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഇഞ്ചി നന്നായി ഇതുപോലെ തന്നെ തിളപ്പിക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതും ഇതുപോലെ തന്നെ തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇത് മൂന്നും തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കണില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. എന്നിട്ട് നമ്മളിത് ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് 1 മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ 3 ജ്യൂസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ച് മിക്സ് ചെയ്യാം. അതിനായി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് വളരെ ടേസ്റ്റി ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതിന് നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതെനിക്ക് ഞാൻ ബസ്സിൽ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ചേച്ചി പറഞ്ഞതാണ്. അന്നേരം ഞാൻ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ളൊരിതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടിത് ഷെയർ ചെയ്യാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത് നമുക്ക് യാതൊരു പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല. എന്നാലും നമുക്കൊരു മാസത്തോളം, ഞാനിപ്പോൾ 1 മാസമാണ് വെച്ചിരിക്കുന്നത്, അല്ല 1 മാസമാണ് ഞാൻ വെച്ച് നോക്കിയത്. ഇനി അതിലും കൂടുതൽ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 1 മാസം കേടുകൂടാതെ ഇരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1/4 ഗ്ലാസ് സ്ക്വാഷാണ് ഞാൻ ഒഴിച്ച് യൂസ് ചെയ്യാറ്. അതായത് ഐസ് വാട്ടറാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. നിങ്ങൾക്ക് മധുരത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതായത് 1/4 ഗ്ലാസ് ഐസ് വാട്ടറും 1/4 ഗ്ലാസ് സ്ക്വാഷ്. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐ.ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.